Dear students, welcome to CE 303 Structural Analysis 2 class. Now we are discussing module 4 KANI'S method. So our second problem, analyze the continuous beam shown in figure by KANI'S method. This is our question. There is a continuous beam ABCD in which A is a fixed and D is a roller support. So ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഹിഞ്ച്ഡ് ആയിട്ടുള്ള സപ്പോർട്ട് അല്ലെങ്കിൽ റോളർ സപ്പോർട്ട് വരുമ്പോൾ എങ്ങനെയാണ് KANI'S മെത്തേഡ് യൂസ് ചെയ്യേണ്ടത്, എന്ത് ചേഞ്ച് ആണ് KANI'S പ്രൊസീജിയറിൽ വരുന്നത് എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇവിടെ ഡി എന്നുള്ള സപ്പോർട്ട് ഒരു റോളർ സപ്പോർട്ടാണ്. ദെൻ എ ബിനകത്ത് ഒരു കോൺസെൻട്രേറ്റർ ലോഡ് സെൻട്രൽ ആക്ട് ചെയ്യുന്നുണ്ട്, ബി സിയിൽ ഒരു UDL ആക്ട് ചെയ്യുന്നുണ്ട്, സി ഡിയിൽ അഗെയിൻ ഒരു കോൺസെൻട്രേറ്റർ ലോഡാണ് ആക്ട് ചെയ്യുന്നത്. സോ നമുക്കറിയാം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കാൽക്കുലേഷൻ ഓഫ് ഫിക്സ്ഡ് മൊമെന്റ് ആണ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഫിക്സ്ഡ് ആൻഡ് മൊമെന്റ് കാൽക്കുലേഷൻ. സോ എ ബിനകത്ത് സെൻട്രലിൽ കോൺസെൻട്രേറ്റർ ലോഡാണ് ആക്ട് ചെയ്യുന്നത്. Therefore we have M of AB is equal to minus WL/8, that is minus 50 into 4/8 is equal to minus 25 kilonewton meter. Similarly, M of BA is equal to plus WL/8, that is 25 kilonewton meter. Then BC-നകത്ത് UDL ആണ് ആക്ട് ചെയ്യുന്നത്. UDL ആക്ട് ചെയ്യുന്നത് കൊണ്ട് ഫിക്സ്ഡ് ആൻഡ് മൊമെന്റ് is equal to minus WL²/12, that is M of BC is equal to minus WL²/12, that is minus 20 into 4²/12 is equal to minus 26.67 kilonewton meter. Similarly, M of CB is equal to plus WL²/12, that is 26.67 kilonewton meter. Next, CD എന്ന് പറഞ്ഞ മെമ്പറിൽ കോൺസെൻട്രേറ്റർ ലോഡ് സെൻട്രലാണ് ആക്ട് ചെയ്യുന്നത്. CD എന്ന് പറഞ്ഞ മെമ്പറിലും കോൺസെൻട്രേറ്റർ ലോഡ് സെൻട്രലാണ് ആക്ട് ചെയ്യുന്നത്. Therefore, M of CD is equal to minus WL/8, that is minus 50 into 4/8 minus 25 kilonewton meter. Similarly, M of DC is equal to plus WL/8, that is 50 into 4/8, that is 25 kilonewton meter. ബട്ട് ഇവിടെ നമുക്കറിയാം ഡി എന്നുള്ള സപ്പോർട്ട് റോളർ സപ്പോർട്ടാണ്. റോളർ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് അവിടുത്തെ ഫൈനൽ മൊമെന്റ് വാല്യൂ 0 ആയിരിക്കും. സിംപ്ലി സപ്പോർട്ടഡ് ആണെങ്കിൽ, ദാറ്റ് ഈസ് ഹിഞ്ച്ഡ് സപ്പോർട്ട് അല്ലെങ്കിൽ റോളർ സപ്പോർട്ട്, നമ്മുടെ എൻഡ് സപ്പോർട്ട് ഹിഞ്ച്ഡ് സപ്പോർട്ടോ റോളർ സപ്പോർട്ടോ ആണെങ്കിൽ അവിടെയുള്ള മൊമെന്റ് വാല്യൂ 0 ആയിരിക്കും. ബട്ട് ഇവിടെ നമുക്ക് M of DC വാല്യൂ കിട്ടിയിട്ടുണ്ട് 25 kilonewton meter ആണ്. M of DC എന്ന് പറഞ്ഞ മെമ്പറിലെ ഫിക്സ്ഡ് മൊമെന്റ് 25 kilonewton meter എന്ന് കിട്ടിയിട്ടുണ്ട്. ബട്ട് നമുക്കറിയാം DC എന്ന് പറഞ്ഞ മെമ്പറിലെ ഫൈനൽ മൊമെന്റിന്റെ വാല്യൂ 0 ആയിരിക്കും. സോ നമ്മൾ ഇവിടെ ഒരു മോഡിഫിക്കേഷൻ വരുത്തുകയാണ്. നമ്മൾ അതിനനുസരിച്ച് ഡി സിയിലെ മൊമെന്റ് നമ്മൾ 0 ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ, 0 ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് ഇവിടെ 25നെ കൂടെ 0 ആക്കണമെങ്കിൽ നമുക്ക് minus 25 kilonewton meter ആഡ് ചെയ്യേണ്ടി വരും. നമ്മൾ മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹിഞ്ച്ഡ് സപ്പോർട്ട് അല്ലെങ്കിൽ റോളർ സപ്പോർട്ട് ആണെങ്കിൽ ആ ഒരു മെമ്പറിലെ മൊമെന്റ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ 0 ആക്കും. ദെൻ കറസ്പോണ്ടിങ് അത് 0 ആക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ നെഗറ്റീവ് വാല്യൂവിനെ കൊണ്ട് ആഡ് ചെയ്താൽ നമുക്ക് 0 കിട്ടും. അങ്ങനെ നമ്മൾ എക്സ്ട്രാ മൊമെന്റുകൾ ആഡ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത മെമ്പറിലേക്ക് അതിൻ്റെ ഹാഫ് മൊമെന്റ് ക്യാരി ഓവർ ചെയ്യും. സോ അതുപോലെ തന്നെയാണ് KANI'S മെത്തേഡിലും വരുന്നത്. DC എന്ന് പറഞ്ഞ മെമ്പറിൽ മൊമെന്റ് 25 kilonewton meter ആണ്. സോ നമുക്കറിയാം DC എന്ന് പറഞ്ഞ മെമ്പറിലെ ഫൈനൽ മൊമെന്റ് 0 ആയിരിക്കണം. 25 kilonewton meterനെ 0 ആക്കണമെങ്കിൽ നമുക്കിവിടെ minus 25 ആഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെ നമ്മൾ minus 25 ആഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെമ്പർ DCയുടെ കറസ്പോണ്ടിങ് മെമ്പർ CD ആണ്. സോ CDയിലേക്ക് അതിൻ്റെ ഹാഫ് മൊമെന്റ് ക്യാരി ഓവർ ചെയ്യുന്ന പോലെ വരും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് മോഡിഫൈഡ് ഫിക്സ്ഡ് മൊമെന്റ് CD എന്ന് പറഞ്ഞ മെമ്പറിലെയും DC എന്ന് പറഞ്ഞ മെമ്പറിലെയും മോഡിഫൈഡ് ഫിക്സ്ഡ് മൊമെന്റ് വാല്യൂസ് ആണ്. So M of CD is equal to modified fixed moment along the member CD is equal to initial M of CD value minus 0.5 into unbalanced moment at the joint D. Joint Dയിലെ unbalanced momentന്റെ 0.5, that is 1/2, that is half moment CDയിലേക്ക് ആഡ് ചെയ്യും. ഓക്കെ, സോ ഡി എന്ന് പറഞ്ഞ ജോയിന്റിലെ അൺബാലൻസ്ഡ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ 25 kilonewton meter ആണ്. കാരണം ഇവിടെ അൺബാലൻസ്ഡ് ആയിട്ടാണ് കിടക്കുന്നത്. നമ്മുടെ DC എന്ന് പറഞ്ഞ മെമ്പറിലെ ഫിക്സ്ഡ് മൊമെന്റ് 25 kilonewton meter ആണ്. ഡി എന്ന് പറഞ്ഞ ജോയിന്റിൽ ഒറ്റ മെമ്പറേ ഉള്ളൂ. സോ അവിടുത്തെ അൺബാലൻസ്ഡ് മൊമെന്റ് മീൻസ് 25 kilonewton meter. സോ ദിസ് 25 kilonewton meter ഇൻറ്റു minus 1/2 നമ്മുടെ CD എന്ന് പറഞ്ഞ മെമ്പറിലേക്ക് ക്യാരി ഓവർ ചെയ്യും, ആഡ് ചെയ്യും. So substitute the values, so we get M of CD is minus 25 kilonewton meter, then minus 0.5 into unbalanced moment at the Dയിൽ വരുന്ന unbalanced moment 25 kilonewton meter ആണ്. So minus 0.5 into 25, so we get minus 37.5 kilonewton meter.
സിമിലർലി എം ഓഫ് ഡി സി നമ്മൾ ഓൾറെഡി പറഞ്ഞു. എം ഓഫ് ഡി സിയിൽ നമുക്ക് ഇവിടെ 25 കിലോന്യൂട്ടൺ മീറ്റർ ആണ് കിട്ടുള്ളത്. അതിനെ നമ്മൾ ബാലൻസിങ് ചെയ്യുക. ദാറ്റ് ഈസ് അവിടെ -25 ആഡ് ചെയ്യും. സോ വി ഗെറ്റ് എം ഓഫ് ഡി സി ഈക്വൽ ടു 25 പ്ലസ് -25 0. സോ എം ഓഫ് ഡി സിയിലെ വാല്യൂ 0 ആക്കുന്നത് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കറസ്പോണ്ടിങ് 0 ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ മൊമെന്റ് കൺസിഡർ ചെയ്യൂ. അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടാണ് ഇവിടെ സി ഡി എന്ന് പറഞ്ഞ മെമ്പറിൽ ഫിക്സഡ് മൊമെന്റ് മോഡിഫൈഡ് ആയത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് റൊട്ടേഷൻ ഫാക്ടർ ആണ്. ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പിൽ മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ. ഇനി അങ്ങോട്ടുള്ള എല്ലാ സ്റ്റെപ്പും നമ്മുടെ സാധാരണ തൊട്ടുമുമ്പ് ചെയ്ത ഫസ്റ്റ് പ്രോബ്ലം ചെയ്തതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇവിടെ റോളർ സപ്പോർട്ട് ആയതുകൊണ്ട് നമുക്കൊരു മോഡിഫൈഡ് ഫിക്സഡ് മൊമെന്റ് വരുന്നു. സി ഡി എന്ന് പറഞ്ഞ മെമ്പറിലും ഡി സി എന്ന് പറഞ്ഞ മെമ്പറിലെയും മൊമെന്റിന്റെ വാല്യൂസ് ചേഞ്ച് ആയി. ബാക്കി എല്ലാ പ്രൊസീജിയേഴ്സും സെയിം തന്നെയാണ്. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് റൊട്ടേഷൻ ഫാക്ടർ. So rotation factor in the equation -1/2 into distribution factor, that is -1/2 into k by sigma k. So first consider joint B. Joint B ൽ രണ്ട് മെമ്പേഴ്സ് ആണ് വരുന്നത്, BA and BC. BA കൺസിഡർ ചെയ്യുമ്പോൾ A എന്നുള്ളത് ഫിക്സഡ് സപ്പോർട്ട് ആണ്. A ഫിക്സഡ് സപ്പോർട്ട് ആയതുകൊണ്ട് സ്റ്റിഫ്നെസ് വാല്യൂ 4EI/L ആണ്. മൊമെന്റ് ഓഫ് ഇനേഷ്യ I, then length of the member 4. Therefore we get 4EI/4 is equal to EI. നെക്സ്റ്റ് ബി സി എന്ന് പറഞ്ഞ മെമ്പർ കൺസിഡർ ചെയ്യുമ്പോൾ സി എന്നുള്ളൊരു കണ്ടിന്യൂസ് സപ്പോർട്ട് ആണ്. ബി സി എന്ന് പറഞ്ഞ മെമ്പറിലെ മൊമെന്റ് ഓഫ് ഇനേഷ്യ I തന്നെയാണ്, ലെങ്ത്തും 4 meter ആണ്. So we get 4EI/4 is equal to EI. Then next column sigma k, that is BA എന്ന് പറഞ്ഞ മെമ്പറിലെയും BC എന്ന് പറഞ്ഞ മെമ്പറിലെയും സ്റ്റിഫ്നെസ് വാല്യൂസ് ആഡ് ചെയ്യുക. So we get EI plus EI, that is 2EI. Then rotation factor is equal to -1/2 into k by sigma k. BA എന്ന് പറഞ്ഞ മെമ്പറിലെ റൊട്ടേഷൻ ഫാക്ടർ is equal to -1/2 into EI/2i, that is -0.25. Similarly, BC എന്ന് പറഞ്ഞ മെമ്പറിലെ റൊട്ടേഷൻ ഫാക്ടർ is equal to -1/2 into EI/2EI, that is -0.25. നെക്സ്റ്റ് കൺസിഡർ ജോയിന്റ് സി. ജോയിന്റ് സിയിൽ രണ്ട് മെമ്പേഴ്സ് ആണ് വരുന്നത്, CB ആൻഡ് CD. CB കൺസിഡർ ചെയ്യുമ്പോൾ B ആണ് നമ്മുടെ ഫാർ എൻഡ്. B എന്ന് പറഞ്ഞ സപ്പോർട്ട് ഒരു കണ്ടിന്യൂസ് സപ്പോർട്ട് ആണ്. therefore stiffness value is equal to 4EI/L, that is 4EI/4 is equal to EI. CD എന്ന് പറഞ്ഞ സപ്പോർട്ട് കൺസിഡർ ചെയ്യും, CD എന്ന് പറഞ്ഞ സ്പാന് കൺസിഡർ ചെയ്യുമ്പോൾ D ആണ് നമ്മുടെ ഫാറൻ സപ്പോർട്ട്. D എന്ന് പറഞ്ഞ സപ്പോർട്ട് റോളർ സപ്പോർട്ട് ആണ്. റോളർ സപ്പോർട്ട് ആകുമ്പോൾ സ്റ്റിഫ്നെസ് വാല്യൂ 3EI/L ആണ്. മൊമെന്റ് ഓഫ് ഇനേഷ്യ I തന്നെയാണ്, ലെങ്ത് 4 മീറ്റർ ആണ്. സോ സ്റ്റിഫ്നെസ് വാല്യൂ K is equal to 3EI/4. നെക്സ്റ്റ് സിഗ്മ K. സോ CB എന്ന് പറഞ്ഞ മെമ്പറിലെയും CDയിലെയും സ്റ്റിഫ്നെസ് വാല്യൂസ് ആഡ് ചെയ്യുക. therefore we get EI plus 3/4 EI, that is 1.75 EI. then this rotation factor. CB എന്ന് പറഞ്ഞ മെമ്പറിലെ റൊട്ടേഷൻ ഫാക്ടർ is equal to -1/2 into EI/1.75 EI, that is -0.286. then CD എന്ന് പറഞ്ഞ മെമ്പറിലെ റൊട്ടേഷൻ ഫാക്ടർ is equal to 3/4 EI/1.75 EI, that is -0.214. നെക്സ്റ്റ് സ്റ്റെപ്പ് KANI'S ടേബിൾ. സോ നമുക്ക് നമ്മുടെ ഈ ഒരു കണ്ടിന്യൂസ് ബീമിന്റെ KANI'S ടേബിൾ വരക്കാം. ഫസ്റ്റ് നമ്മൾ ABCD മാർക്ക് ചെയ്തു. ദെൻ B എന്ന് പറഞ്ഞ നമ്മുടെ ജോയിന്റിനകത്ത് സ്ക്വയർ ബോക്സ് വരച്ചു. C എന്ന് പറഞ്ഞ ജോയിന്റിലും സ്ക്വയർ ബോക്സ് വരച്ചു. ദെൻ ABCD സപ്പോർട്ടുകൾ മാർക്ക് ചെയ്തു. ദെൻ ഫിക്സഡ് മൊമെന്റ്സ്, ഓരോ മെമ്പറിലെയും ഫിക്സഡ് മൊമെന്റ്സ് എഴുതി. ദാറ്റ് ഈസ് AB-യിലെ ഫിക്സഡ് മൊമെന്റ് -25, BA-യിൽ 25, BC-യിൽ -26.67, CB-യിൽ 26.67. ദെൻ CD-യിൽ ആൻഡ് DC-യിലും നമ്മുടെ മോഡിഫൈഡ് ഫിക്സഡ് മൊമെന്റ്സ് ആണ്. നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പിൽ എഴുതിയ മോഡിഫൈഡ് ഫിക്സഡ് മൊമെന്റ്സ് ആണ് നമ്മളിവിടെ എഴുതേണ്ടത്. ദാറ്റ് ഈസ് -37.5ഉം DC-യിൽ 0. DC-യിലെ 0 എന്നുള്ളത് അവിടുത്തെ ഫൈനൽ മൊമെന്റ് ആണ്. ഓക്കെ, നമ്മുടെ ഫൈനൽ മൊമെന്റ് ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു, 0 കിലോന്യൂട്ടൺ മീറ്റർ. സോ ഈ ഒരു സ്റ്റെപ്പിനകത്ത് DC എന്ന് പറഞ്ഞ മെമ്പറിനകത്ത് നമ്മൾ ഇനി റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻസ് ഒന്നും കണ്ടുപിടിക്കേണ്ട. അവിടുത്തെ ഫൈനൽ മൊമെന്റ് വാല്യൂ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് ഒരു പ്രൊസീജിയറും ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ കറസ്പോണ്ടിങ് DC-നകത്ത് നമ്മൾ 0 കിലോന്യൂട്ടൺ മീറ്റർ ആക്കിയപ്പോൾ കറസ്പോണ്ടിങ് ചേഞ്ച് വന്നത് CD എന്ന് പറഞ്ഞ മെമ്പറിലാണ്. സോ അവിടുത്തെ ഫിക്സഡ് മൊമെന്റ് -37.5 കിലോന്യൂട്ടൺ മീറ്റർ ആയി. ദെൻ നമ്മൾ B എന്ന് പറഞ്ഞ ജോയിന്റിനകത്ത് നമ്മൾ അഗെയിൻ ഒരു സെൻറ്ററിൽ ഒരു ബോക്സ് കൂടെ വരക്കും. ദെൻ ആ ബോക്സിനകത്തുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ സിഗ്മ MB ആണ്. സോ ആ ഒരു ജോയിന്റിൽ B എന്ന് പറഞ്ഞ ജോയിന്റിലെ ടോട്ടൽ മൊമെന്റ്സിന്റെ സം ആണ്. ദാറ്റ് ഈസ് ഹിയർ 25 പ്ലസ് -26.67, ദാറ്റ് ഈസ് -1.67. ദെൻ സിഗ്മാസ് MC, C എന്ന് പറഞ്ഞ ജോയിന്റിനകത്ത് നമ്മൾ അഗെയിൻ ഒരു ബോക്സ് വരക്കും. അതിനകത്ത് നമ്മൾ എഴുതുന്നത് സിഗ്മ MC ആണ്. സിഗ്മ MC is equal to 26.67 minus 37.5, that is -10.83 എന്ന് വരും. ദെൻ നമുക്ക് റൊട്ടേഷൻ ഫാക്ടർ മാർക്ക് ചെയ്യണം. ഈ ഒരു പോർഷനകത്ത് നമ്മൾ BAയുടെ റൊട്ടേഷൻ ഫാക്ടർ മാർക്ക് ചെയ്യും. BAയുടെ റൊട്ടേഷൻ ഫാക്ടർ -0.25 ആയിരുന്നു. ദെൻ ഈ ഒരു സ്പേസിൽ നമ്മൾ BCയുടെ റൊട്ടേഷൻ ഫാക്ടർ -0.25 മാർക്ക് ചെയ്തു.
ദെൻ ഈ ഒരു സ്പേസിനകത്ത് സി ബിയുടെ റൊട്ടേഷൻ ഫാക്ടർ -0.286 മാർക്ക് ചെയ്തു. ദെൻ സി ഡിനകത്ത് -0.214 റൊട്ടേഷൻ ഫാക്ടർ എല്ലാം നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻസ് കണ്ടുപിടിക്കാം. ബി എ, ബി സി, സി ബി, സി ഡിയിലെയും റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. സൈക്കിൾ 1ൽ M-BA ഇക്വേഷൻ നമുക്കറിയാം. റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ റൊട്ടേഷൻ ഫാക്ടർ ഇൻറ്റു സിഗ്മ ഫിക്സഡ് ആൻഡ് മൊമെന്റ് അറ്റ് ദ ജോയിന്റ് ബി പ്ലസ് സിഗ്മ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ഫ്രം ഫാർ എൻഡ് ആണ്. സോ ഫസ്റ്റ് നമ്മൾ ബി എന്ന് പറഞ്ഞ മെമ്പർ കൺസിഡർ ചെയ്യാണ്. സോ M-BA ഈസ് ഈക്വൽ ടു അവിടുത്തെ റൊട്ടേഷൻ ഫാക്ടർ -0.25, ദെൻ ഫിക്സഡ് ആൻഡ് മൊമെന്റ് സിഗ്മ MB. ബി എന്ന് പറഞ്ഞ ജോയിനിലെ സം ഓഫ് ഫിക്സഡ് ആൻഡ് മൊമെന്റ് നമ്മുടെ സെൻട്രൽ എഴുതിയ വാല്യൂ -1.67 ആണ്. ദെൻ ബിയുടെ ഫാർ എൻഡ് എന്ന് പറഞ്ഞാൽ ഫാർ എൻഡ് മെമ്പർ എന്ന് പറഞ്ഞാൽ എ ബി വരും, അതുപോലെ സി ബി വരും. സോ എ ബി ഇവിടെ ഫിക്സഡ് ആണ്. എ എന്ന് പറഞ്ഞ സപ്പോർട്ട് ഫിക്സഡ് ആയതുകൊണ്ട് എ ബിയിലെ റൊട്ടേഷൻ വാല്യൂ 0 ആയിരിക്കും. ദെൻ സി ബിയിലെ വാല്യൂ നമുക്ക് വരും, പക്ഷേ ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് ആയതുകൊണ്ട് സി ബിയുടെ വാല്യൂ നമ്മൾ 0 ആയിട്ട് അസ്യൂം ചെയ്യും. സോ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വി ഗെറ്റ് 0.42. സിമിലർലി M-BC ഈസ് ഈക്വൽ ടു M-BC ഇവിടെ ഈ ഒരു കേസിനകത്ത് റൊട്ടേഷൻ ഫാക്ടർ ബി എയുടെയും ബി സിയുടെയും റൊട്ടേഷൻ ഫാക്ടർ സെയിം ആണ്, -0.25 തന്നെയാണ്. സോ അവിടെ ചേഞ്ച് ഒന്നും വരില്ല, -0.25 ദെൻ ഇൻറ്റു സിഗ്മ MB -1.67. എ ബിയിലെ റൊട്ടേഷൻ ഫാക്ടർ 0, ദെൻ സി ബിയിലെ റൊട്ടേഷൻ ഫാക്ടറും 0, ബിക്കോസ് നമുക്ക് ഇനീഷ്യലി സി ബിയിൽ നിന്ന് റൊട്ടേഷൻ വാല്യൂസ് ഒന്നുമില്ല. സോ ഫസ്റ്റ് സൈക്കിളിൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ സി ബിയിൽ നിന്നുള്ള റൊട്ടേഷൻ വാല്യൂ 0 ആയിട്ടാണ് എടുക്കുക. സോ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വി ഗെറ്റ് 0.42. ഓക്കെ, ഇവിടെ നമ്മൾ രണ്ട് വാല്യൂസും സെയിം ആയി കിട്ടി, കാരണം റൊട്ടേഷൻ ഫാക്ടർ സെയിം ആണ്. നെക്സ്റ്റ് നമുക്ക് സി ബി എന്ന് പറഞ്ഞ മെമ്പർ എടുക്കാം. സോ M-CB ഈസ് ഈക്വൽ ടു റൊട്ടേഷൻ ഫാക്ടർ -0.286 ആണ് സി ബി എന്ന് പറഞ്ഞ മെമ്പറിലെ റൊട്ടേഷൻ ഫാക്ടർ. ദെൻ നമുക്ക് വരുന്നത് ഫസ്റ്റ് ടേം സിഗ്മ MC ആണ്. സിഗ്മ MC നമ്മുടെ സി എന്ന് പറഞ്ഞ ജോയിന്റിനകത്ത് സെൻട്രലിലെ ബോക്സിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്, -10.83. ദെൻ സിയുടെ ഫാർ എൻഡ് എന്ന് പറയുന്നത് ഒന്ന് ബി ആണ്. ബിന്ന് കറസ്പോണ്ടിങ് മെമ്പർ BC, ബിന്ന് സിയിലേക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെമ്പർ BC ആണ്. അതുപോലെ നെക്സ്റ്റ് ഫാർ എൻഡ് ഡി എന്ന് പറഞ്ഞ സപ്പോർട്ടാണ്, അതിൽ നിന്ന് സിയിലേക്ക് കണക്ട് ചെയ്യുന്ന മെമ്പർ DC ആണ്. ദെൻ DCയിൽ നമ്മൾ ഓൾറെഡി ഫൈനൽ മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. സോ DCയിലെ വാല്യൂസ് നമ്മൾ എടുക്കണ്ട, റൊട്ടേഷൻ വാല്യൂ എടുക്കണ്ട, അത് 0 തന്നെ എടുക്കാം. BCനകത്തുള്ളത് നമ്മൾ തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. BCയുടെ കോൺട്രിബ്യൂഷൻ, BCയുടെ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ 0.42 ആണ്. സോ അത് കൺസിഡർ ചെയ്യുക. പ്ലസ് 0.42 ഈസ് ഈക്വൽ ടു DCയുടെ വാല്യൂ 0. DCയിൽ നമുക്ക് റൊട്ടേഷൻ വാല്യൂ ഒന്നുമില്ല, നമ്മൾ ഓൾറെഡി അടുത്ത ഫൈനൽ മൊമെന്റ്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് BCയിലെ വാല്യൂ മാത്രം എടുത്താൽ മതി. ഓക്കെ, സോ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വി ഗെറ്റ് 2.98. M-CD ഈസ് ഈക്വൽ ടു റൊട്ടേഷൻ ഫാക്ടർ ചേഞ്ച് ആയി -0.214. ദെൻ ബ്രാക്കറ്റിലെ ടേം സെയിം തന്നെ, -10.83 സിഗ്മ MCയുടെ വാല്യൂ. ദെൻ BCയിലെ റൊട്ടേഷൻ കോൺട്രിബ്യൂഷന് 0.42. ദെൻ നമുക്ക് ഇത്രയും ടേംസ് വരുന്നുള്ളൂ. ഡിയിലെ നമ്മൾ റോളർ സപ്പോർട്ട് ഓൾറെഡി മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിൽ നിന്നുള്ള റൊട്ടേഷൻ വാല്യൂ നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ വി ഗെറ്റ് 2.23. സോ സൈക്കിൾ 1ൽ കിട്ടിയ വാല്യൂസ് നമുക്ക് KANI'S ടേബിളിൽ മാർക്ക് ചെയ്യാം. ദെൻ സെക്കൻഡ് സൈക്കിൾ പ്രൊസീജിയർ തന്നെയാണ് സെക്കൻഡ് സൈക്കിൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. നമുക്ക് ഒറ്റ സ്റ്റെപ്പ് കൊണ്ട് വാല്യൂ കിട്ടില്ല, നമ്മൾ 3-4 സൈക്കിൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യും. അപ്പോൾ തൊട്ടടുത്ത 2 സൈക്കിളിൽ കിട്ടിയ വാല്യൂസ് തമ്മിൽ കമ്പയർ ചെയ്യും. അപ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസ് നെഗ്ലിജിബിൾ ആണെങ്കിൽ നമുക്ക് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് ഫൈനൽ മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഇപ്പോൾ നമ്മളൊരു സൈക്കിൾ ചെയ്തിട്ടുള്ളൂ. സോ സെക്കൻഡ് സൈക്കിൾ ചെയ്യാം. M-BA ഈസ് ഈക്വൽ ടു റൊട്ടേഷൻ ഫാക്ടർ -0.25 ദെൻ ഇൻറ്റു സിഗ്മ MB. സിഗ്മ MBയുടെ വാല്യൂ -1.67. ദെൻ എ ബിന്ന് വരുന്ന റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ, എ എന്നുള്ള ഫിക്സ് സപ്പോർട്ട് ആയതുകൊണ്ട് എ ബിന്ന് വരുന്ന റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ 0. ദെൻ നെക്സ്റ്റ് ഫാർ എൻഡ് CB ആണ്. CBയിൽ നിന്ന് നമുക്ക് തൊട്ട് മുമ്പത്തെ സൈക്കിൾ വാല്യൂ കിട്ടിയിട്ടുണ്ട്, 2.98 ആണ്. ഓക്കെ, നമ്മൾ KANI'S ടേബിൾ വരച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നോക്കാം, അല്ലെങ്കിൽ നമ്മൾ എഴുതിയിട്ടുള്ള സൈക്കിളിൽ നോക്കാം. CBയുടെ വാല്യൂ M-CB 2.98 ആണ്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വി ഗെറ്റ് -0.33. സിമിലർലി M-BC ഈസ് ഈക്വൽ ടു M-BAയും M-BCയും ഈ ഒരു കേസിൽ സെയിം ആയിരിക്കും, ബിക്കോസ് റൊട്ടേഷൻ ഫാക്ടർ സെയിം ആണ്. ബി എന്ന് പറഞ്ഞ ജോയിന്റിലെ ബ്രാക്കറ്റ് ടേം രണ്ടിനും സെയിം തന്നെ ആയിരിക്കും, ആകെ ചേഞ്ച് വരുന്നത് റൊട്ടേഷൻ ഫാക്ടർ ആണ്. ഈ ഒരു പ്രോബ്ലത്തിനകത്ത് റൊട്ടേഷൻ ഫാക്ടർ രണ്ടും സെയിം ആയതുകൊണ്ട് M-BAയുടെ വാല്യൂ തന്നെ ആയിരിക്കും M-BCയും വരിക. ഓക്കെ, ദെൻ നെക്സ്റ്റ് M-CB. M-CBയുടെ റൊട്ടേഷൻ ഫാക്ടർ -0.286 ഇൻറ്റു സിഗ്മ ഫിക്സഡ് മൊമെന്റ്, ദാറ്റ് ഈസ് സിഗ്മ ഫിക്സഡ് മൊമെന്റ് അറ്റ് ദ ജോയിന്റ് C -10.83. ദെൻ പ്ലസ് BC എന്ന് പറഞ്ഞ മെമ്പറിലുള്ള റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ആണ്. സോ BCയിലെ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ -0.33 ആണ്.
ദെൻ ഡി എന്ന് പറഞ്ഞ സപ്പോർട്ടിൽ ഫൈനൽ മൊമെന്റ് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ റൊട്ടേഷൻ നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇവിടെ നെക്സ്റ്റ് ടേം ഇല്ല. ഓക്കെ, 0 തന്നെയാണ് വരിക. So we get m dash CB is equal to 3.19. Similarly, m dash CD is equal to minus 0.214. CD ലെ rotation factor minus 0.214 ആണ്. Then sigma fixed moment at joint C minus 10.83. Then BC എന്ന് വരുന്ന rotation value minus 0.33. So we get 2.39. m dash CD is equal to 2.39. നെക്സ്റ്റ് നമ്മൾ ഇപ്പോൾ 2 സൈക്കിൾ ചെയ്തു. ദെൻ കമ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം നല്ല ഡിഫറൻസ് ഉണ്ട്. ഈ ഒരു വാല്യൂസ് കൂടെ നമ്മൾ കാനിസ് ടേബിളിലേക്ക് മാർക്ക് ചെയ്യാം. എന്നിട്ട് രണ്ടും കമ്പയർ ചെയ്യാം. സോ ഇവിടെ രണ്ടും തമ്മിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. സോ നമുക്കൊരു സൈക്കിളും കൂടെ ചെയ്യാം. സൈക്കിൾ 3 m dash B is equal to minus 0.25, rotation factor minus 0.25, then sigma MB യുടെ വാല്യൂ minus 1.67 പ്ലസ് എ ബിയിലെ റൊട്ടേഷൻ ഫാക്ടർ 0, ദെൻ സി ബിയിലെ റൊട്ടേഷൻ ഫാക്ടർ 3.19. തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള കണ്ടോ, തൊട്ട് മുമ്പ് നമുക്ക് സ്റ്റെപ്പിൽ കിട്ടിയ സി ബിയുടെ റൊട്ടേഷൻ ഫാക്ടർ 3.19. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വി ഗെറ്റ് minus 0.38. Similarly, m dash BC is equal to minus 0.25 into minus 1.67 plus 0 plus 3.19. 2.98 അല്ല 3.19. സെയിം തന്നെയാണ് വരിക. കാരണം സി ബി എന്ന് വരുന്ന തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പിലുള്ള വാല്യൂ നമുക്ക് 3.19 ആണ്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി ഗെറ്റ് minus 0.38. ഇവിടെ റൊട്ടേഷൻ ഫാക്ടർ രണ്ടിൻ്റെ സെയിം ആയതുകൊണ്ട് നമുക്ക് റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻസ് ബി എലെയും ബി സിലെയും റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻസ് minus 0.38. ഹിയർ ഓൾസോ minus 0.38. നെക്സ്റ്റ് മെമ്പർ സി ബി. സോ എം ഡാഷ് സി ബി is equal to റൊട്ടേഷൻ ഫാക്ടർ സി ബിയിലെ റൊട്ടേഷൻ ഫാക്ടർ minus 0.286 ആണ്. ദെൻ സിഗ്മ ഫിക്സഡ് ആൻഡ് മൊമെന്റ് സിഗ്മ എം സി. ദെൻ ബിയിൽ നിന്ന് വരുന്ന സിയിലേക്ക് കണക്ട് ചെയ്യുന്ന മെമ്പറിലെ റൊട്ടേഷൻ ഫാക്ടർ ദാറ്റ് ഈസ് എം ഡാഷ് ബി സിയുടെ വാല്യൂ minus 0.38. സോ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വി ഗെറ്റ് 3.21. ഇവിടെ നമ്മൾ ഡി സിയിലെ മെമ്പറിലെ റൊട്ടേഷൻ എടുക്കണ്ട, കാരണം ഡിയിൽ നമ്മൾ ഓൾറെഡി ഫൈനൽ മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റൊട്ടേഷൻ വാല്യൂ ഇല്ല. ദെൻ നെക്സ്റ്റ് എം ഡാഷ് സി ഡി ദാറ്റ് ഈസ് എം ഡാഷ് സിയുടെ റൊട്ടേഷൻ ഫാക്ടർ സി ഡിയുടെ റൊട്ടേഷൻ ഫാക്ടർ minus 0.214. ദെൻ സിഗ്മ എം സി minus 10.83. ദെൻ minus 0.38. Therefore, we get 2.39. So, cycle 3 എല്ലാ മെമ്പേഴ്സിലെയും റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻസ് കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ ഇത് നമുക്ക് കാനിസ് ടേബിളിൽ മാർക്ക് ചെയ്യാം. എന്നിട്ട് കമ്പയർ ചെയ്യാം. സെക്കൻഡ് സൈക്കിളിലെ വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് കാനിസ് ടേബിൾ വരച്ചു. കാനിസ് ടേബിളിൽ ഇനിഷ്യലി നമ്മൾ സിഗ്മ എം ബിയും സിഗ്മ എം സിയും റൊട്ടേഷൻ ഫാക്ടർ എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ താഴെ ഫസ്റ്റ് സൈക്കിളിലെ വാല്യൂസ് നമ്മൾ എഴുതി. 0.42 ബി എയിലെ വാല്യൂ 0.42, ബി സി 0.42, then CB 2.98, CD 2.23. Then second cycle value minus 0.33, minus 0.33, 3.19 and 2.39. So ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട് തമ്മിൽ. ദെൻ നമ്മൾ തേർഡ് സൈക്കിൾ ചെയ്തു. തേർഡ് സൈക്കിൾ വാല്യൂ minus 0.38, minus 0.38, 3.21, 2.39. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ സെക്കൻഡ് സൈക്കിളും ഈ ഒരു മെമ്പറിലെ സെക്കൻഡ് സൈക്കിൾ തേർഡ് സൈക്കിളിലെ വാല്യൂ സെയിം ആണ്. ഇവിടെ 0.02 ഡിഫറൻസ് ഉണ്ട്. ദെൻ ഇവിടെയും 0.05 ഡിഫറൻസ് ആണ് വരുന്നത്. ഓക്കെ, സോ നമുക്ക് ചെറിയ ഡിഫറൻസേ വരുന്നുള്ളൂ. സെക്കൻഡ് സൈക്കിളിലെ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ വാല്യൂസും തേർഡ് സൈക്കിളിലെ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ വാല്യൂസും തമ്മിൽ ചെറിയ ഡിഫറൻസേ വരുന്നുള്ളൂ. സോ നമുക്ക് ഈ ഒരു പ്രൊസീജിയർ നമുക്ക് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ദെൻ നമുക്ക് ഫൈനൽ മൊമെന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. So final moment is equal to fixed end moment plus 2 into near end rotation contribution plus far end rotation contribution. ഓരോ മെമ്പറിലെയും ഫിക്സഡ് എൻഡ് മൊമെന്റ്സും റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ വാല്യൂസ് എഴുതിയിട്ട് നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാം. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് ഫൈനൽ മൊമെന്റ്. ദെൻ നമ്മൾ ഓരോ മെമ്പറിലെയും ദെൻ ടേബിളിനകത്ത് ഓരോ മെമ്പേഴ്സും എഴുതാം. എ ബി, ബി എ, ബി സി, സി ബി ആൻഡ് സി ഡി, ഡി സി. ദെൻ ഫിക്സഡ് മൊമെന്റ് ഓരോ മെമ്പറിലെയും ഫിക്സഡ് മൊമെന്റ് എ ബി -25, ബി എ 25, BC minus 26.67, CB 26.67, CD minus 37.5 and DC യിലെ വാല്യൂ 0. ദെൻ നെക്സ്റ്റ് നിയർ ആൻഡ് റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ആണ്. നിയർ എന്ന് പറഞ്ഞാൽ എ ബിയുടെ നിയർ ആൻഡ് എ ബി തന്നെയാണ്. സോ എ ബിയിൽ നമുക്ക് റൊട്ടേഷൻ വാല്യൂ 0 ആയിരുന്നു. സോ 2 into 0. ദെൻ ബി യുടെ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ 2 into ബി യിലെ നമ്മൾ ലാസ്റ്റ് സൈക്കിളിലെ വാല്യൂ റൊട്ടേഷൻ വാല്യൂ -0.38 ആണ്. നമുക്ക് കാനിസ് ടേബിൾ നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. സോ തൊട്ട് മുമ്പുള്ള കാനിസ് ടേബിൾ നോക്കിയിട്ട് നമുക്ക് ആ വാല്യൂസ് ഡയറക്റ്റ് ഇങ്ങോട്ട് എടുത്തെഴുതാം. ദെൻ ബി സിയുടെ വാല്യൂ ബി സിയുടെ റൊട്ടേഷൻ കോൺട്രിബ്യൂഷന് -0.38 തന്നെയാണ്. സോ 2 into -0.38. ദെൻ സി ബിയുടെ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ വാല്യൂ 3.21, ദാറ്റ് ഈസ് 2 into 3.21. സി ഡിയുടെ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ വാല്യൂ 2 into 3.29. 2 into ഉള്ളത് നമ്മുടെ ഇക്വേഷനകത്ത് 2 into നിയർ ആൻഡ് റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ വരുന്നുണ്ട്. അതുകൊണ്ടാണ് 2 നമ്മളെല്ലാ
കോളത്തിലും വരുന്നത്. ദെൻ ഡി സിയുടെ റൊട്ടേഷൻ ഫാക്ടർ ഇല്ല, 0 തന്നെയാണ്. സോ 2 × 0. ദെൻ നെക്സ്റ്റ് ഫാർ ആൻഡ് റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ആണ്. സോ എ ബിയുടെ ഫാർ എൻഡ് എന്ന് പറഞ്ഞാൽ ബി ആണ്. സോ ബിയിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റൊട്ടേഷൻ വാല്യൂ -0.38 ആണ്. അത് നമ്മൾ ഇവിടെ എഴുതി. ദെൻ ബിയുടെ ഫാർ എൻഡ് എ ബി ആണ്. എ ബിയിലെ റൊട്ടേഷൻ ഫാക്ടർ 0 ആണ്. സോ അതിവിടെ എഴുതി. ബി സിയുടെ ഫാർ എൻഡ് സി ബി ആണ്. സി ബിയുടെ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ 3.21 ആണ്. സോ അതിവിടെ എഴുതി. ദെൻ സി ബിയുടെ ഫാർ എൻഡ് ബി സി ആണ്. ബി സിയിലെ റൊട്ടേഷൻ വാല്യൂ -0.38 ആണ്. അത് നമ്മുടെ സി ബിയുടെ കോളത്തിൽ എഴുതി. ദെൻ സി ഡിയുടെ ഫാർ എൻഡ് ഡി സി ആണ്. ഡി സിയിലെ റൊട്ടേഷൻ വാല്യൂ ഇല്ല, 0 ആണ്. ദെൻ ഡി സിയുടെ ഫാർ എൻഡ് സി ഡി ആണ്. ബട്ട് ഡി സിയിലെ ഫൈനൽ മൊമെന്റ് ഓൾറെഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. സോ സി ഡിയിൽ നിന്ന് ഡി സിയിലേക്കുള്ള ഫാർ എൻഡ് വാല്യൂ ഉണ്ടാവില്ല, ക്യാരി ഓവർ ഉണ്ടാവില്ല. നമ്മൾ ഓൾറെഡി ഫൈനലി മൊമെന്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇങ്ങോട്ടൊക്കെ നമ്മൾ ഒന്നും എഴുതരുത്. ഇങ്ങോട്ട് ഫാർ എൻഡ് മെമ്പറിലെ മൊമെന്റ് വരില്ല, കാരണം ഇതിലെ ഫൈനൽ മൊമെന്റ് നമ്മൾ ഓൾറെഡി 0 കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങോട്ട് ക്യാരി ഓവർ ഒന്നും വരില്ല. ഓക്കെ, സോ ഇവിടെ 0 തന്നെ വരും. ദെൻ നെക്സ്റ്റ് ഫൈനൽ മൊമെന്റ് ആണ്. നമ്മുടെ ഇക്വേഷൻ ഫൈനൽ മൊമെന്റ് ഈസ് ഈക്വൽ ടു ഫിക്സഡ് മൊമെന്റ് പ്ലസ് 2 × നിയർ ആൻഡ് റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ പ്ലസ് ഫാർ ആൻഡ് റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ആണ്. അതായത് നമുക്ക് ഈ ഒരു 3 വാല്യൂസ് ആഡ് ചെയ്താൽ ഫൈനൽ മൊമെന്റ് കിട്ടും. ബിക്കോസ് ഇവിടെ നമ്മൾ ഓൾറെഡി 2 × നിയർ ആൻഡ് റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻസ് എഴുതിയിട്ടുണ്ട്. സോ എ ബിയിലെ ഫൈനൽ മൊമെന്റ് ഈസ് ഈക്വൽ ടു -25 പ്ലസ് 2 × 0 പ്ലസ് -0.38, ദാറ്റ് ഈസ് -25.38. Then BL final moment 25 plus 2 into -0.38 plus 0, that is 24.24. Next BC final moment -26.67 plus 2 into -0.38 plus 3.21, that is -24.24. Then CB final moment is equal to MCB is equal to 26.67 plus 2 into 3.21 plus -0.38 is equal to 32.71. Then CD final moment -37.5 plus 2 into 3.29 plus 0 is equal to -32.71. Then DC final moment is equal to 0. നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു കോളം നമ്മൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങോട്ടേക്ക് നമ്മൾ വാല്യൂസ് ഒന്നും എഴുതരുത്. ഫാർ ആൻഡ് റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ 0 തന്നെ ആയിരിക്കും. സോ ഇങ്ങനെയാണ് ഒരു കണ്ടിന്യൂസ് ബീമിൽ റോളർ സപ്പോർട്ടോ അല്ലെങ്കിൽ ഹിഞ്ച്ഡ് സപ്പോർട്ടോ വരുമ്പോൾ നമ്മുടെ കാനിസ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് അനാലിസിസ് ചെയ്യേണ്ടത്. ഓക്കെ, ഈ പ്രോബ്ലം എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.